ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെറൈറ്റി ഡിഷ് ആയാലോ. അതിന് വേണ്ടി നമുക്ക് താറാമുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ 6 താറാമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് താറാമുട്ട കൊണ്ട് വറുത്തരച്ച ഒരു കറി വെക്കാം. അപ്പോൾ നല്ല ഗ്രേവിയും കിട്ടും. നമുക്ക് അപ്പത്തിനും ചോറിനും നല്ല ഏറ്റവും ബെസ്റ്റ് കൂട്ടാനാണ് മുട്ട വെച്ചത്. സാധാരണ നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ ചെയ്താൽ അതിനകത്ത് വലിയ ഗ്രേവി ഇല്ലല്ലോ. ഇത് നല്ല ഗ്രേവിയും നല്ല ടേസ്റ്റുമാണ്. ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലൂടെ പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒത്തിരി എടുക്കണ്ട, അത് ഒരു കുത്തൽ വരും. പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, 4-5 കീറിയതാണ് ഇത്, ചുവന്നുള്ളി, പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ ഇട്ട് തന്നെ വറക്കാൻ നമ്മൾ പെരിഞ്ജീരകം ഒരു ചെറിയ സ്പൂണ്, 2 ഗ്രാമ്പു, ഏലക്ക 2, പിന്നെ ചെറിയൊരു പീസ് പട്ട. ഇത് നമ്മൾ വറക്കുന്നതിൻ്റെ കൂട്ടത്തിയിട്ട് വറക്കണം. പിന്നെ ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ എടുത്തത് തക്കാളി. പിന്നെ മസാല ഞാൻ ചേർക്കുമ്പോൾ പറയാം, എല്ലാം കൂടെ പറയാൻ കൺഫ്യൂഷൻ ആവണ്ട. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആദ്യം ഈ മസാലകളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഇടാം. നമുക്ക് പൊടിക്കണ്ട, അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അത് കഴിഞ്ഞ് തേങ്ങയുടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതെല്ലാം എടുത്തിടാം. ഒരു ചെറിയ തീയിൽ ഇത് മൂപ്പിച്ചെടുക്കാമേ. ബാക്കി പറയാം, മൂക്കട്ടെ ഇടണേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തേങ്ങ നമ്മുടെ 3/4 ഭാഗം വേവായി, 3/4 ഭാഗം നമ്മുടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല വറുത്ത് ചൂടെ ഒരു കളർ ചേഞ്ച് ആവാനുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അതിനകത്തോട്ടിടാം. ഇത് നല്ല നോക്കട്ടെ. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കുവാണേ. ഇതിലേക്ക് കരിഞ്ഞു പോകും. ആ മല്ലി മൂത്ത് വരുന്ന നല്ലൊരു മണം വരും. അതാണ് എൻ്റെ പരുവം. നമുക്ക് ചൂടാറുമ്പം അത് പൊടിച്ചെടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ പൊടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാൻ അടുപ്പയിൽ വെച്ചു. അപ്പം ഇനി ഉള്ളി നമുക്ക് വഴറ്റാം. ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മിക്സിക്കകത്ത് തേങ്ങ തിരുമിയത് നമുക്ക് അടിക്കാൻ, മിക്സി തണുത്താലേ തേങ്ങ തണുക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ, അല്ലെങ്കിൽ മിക്സി കിടന്ന് തെറിക്കും. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളറാവണേ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു നന്നായിട്ട് വഴണ്ട് വന്നു. നല്ലതായിട്ട് വഴണ്ടാൽ നമുക്ക് കറിക്ക് ടേസ്റ്റ് വരും കേട്ടോ. നല്ലപോലെ വഴണ്ട്. പിന്നെ നമുക്കിനി തക്കാളി, നല്ലതുപോലെ ഇടന്ന് വഴണ്ടെടുക്കട്ടെ. ഞാൻ ഈ അരപ്പുണ്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കണേ. അപ്പം ഇതിനി തക്കാളി കിടന്നൊന്ന് നല്ലപോലെ ഒന്നുകൂടെ വരട്ടെ. ഓക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർക്കാനത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉള്ളിയും സവാള എല്ലാം നല്ല വഴണ്ട്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ഇത് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം പേസ്റ്റായിട്ട്. ഒന്നുകൂടെ കുറുകലായിട്ട് കിട്ടണമെങ്കിൽ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം. ഇതൊരു 3/4 വേവായി ഉള്ളിയുടെ. ഇനി നമുക്കുണ്ടല്ലോ പേസ്റ്റ് ആക്കി, ഞാനിപ്പോൾ പേസ്റ്റ് ആക്കുന്നില്ല. പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ പേസ്റ്റ് ആക്കാം തണുത്തിട്ട്. അതല്ല എങ്കിൽ ഞാനിപ്പോൾ മിക്സി കഴിഞ്ഞ വെള്ളമില്ലേ, അരപ്പ് ഞാൻ ചേർക്കുന്നില്ല. അരപ്പ് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ, അതിന് വലിയ വേവില്ലല്ലോ. ഞാൻ മിക്സി കഴിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച്
ഇതൊന്നുകൂടെ നല്ലതുപോലെ വേവിക്കും. ഇത് പറ്റി വരുമ്പോൾ നമുക്ക് നമ്മൾ നല്ല അരപ്പ് ചേർത്ത് പിന്നെ മുട്ടയും കീറിയും കിട്ടാൻ മതി കേട്ടോ. ഇതൊക്കെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആ വെള്ളമെല്ലാം ഒഴിച്ച് വറ്റി കേട്ടോ. ഇത് നല്ലപോലെ വെന്ത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കാം. ഇത് ഞാൻ പേസ്റ്റാക്കി എടുക്കുന്നില്ല. അപ്പോൾ ഉള്ളിയും നമ്മുടെ തക്കാളിയെല്ലാം നല്ലൊരു വെന്ത് ഈ വെള്ളമെല്ലാം വറ്റി വരണ്ടിട്ട് നമുക്കിനി ഈ അരപ്പ് ചേർക്കാം കണ്ടോ. നല്ല പേസ്റ്റ് പോലുള്ള അരപ്പ്. ഇത് നമുക്കിനി ആദ്യം ഒരു 2-3 മിനിറ്റ് അടുപ്പിൽ കിടന്നാൽ മതി. അടുപ്പിൽ കിടന്നിട്ട് നമുക്ക് മുട്ട വറക്കിയിടാം. തിളച്ചിട്ട് നമുക്ക് മുട്ട വറക്കിയിടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. 2ആയിട്ട് പൊളന്ന് വെക്കണേ, എന്നാലേ അരപ്പ് നല്ലതുപോലെ പിടിക്കും ലാസ്റ്റിൽ. ഇതിപ്പോൾ 6 മുട്ടകളുണ്ട്. അത് ഞാൻ ഇങ്ങനെ 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ഈ മുട്ട ഇടാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു കുറുകി ഒന്ന് തിളച്ച് ഒരു 3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. തിളച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ മുട്ടയെല്ലാം പറക്കിയിടാം. ഇനിയിപ്പം നമ്മൾ ചെറിയ തീയിലിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഉണ്ടോ? ഇതുപോലെ നമ്മൾ എല്ലാ മുട്ടയും ഇതുപോലെ പറക്കിയിടണം. ഇതുപോലെ സാധാരണ നമ്മൾ മുറിക്കാതെ ചെയ്യാം. പക്ഷേ ഈ താറാമുട്ടയ്ക്കൊക്കെ ഒരു മസാല കയറണമെങ്കിൽ വരഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം. വരയാതെ ചെയ്യുമ്പോഴാണ് ഇത്തിരി ടേസ്റ്റ്. ഇനി വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ തീയിലിടുകയോ. ഇത് നമുക്ക് ഇച്ചിരി അരപ്പിങ്ങനെ കോരി ഒഴിച്ച്. ഇതാണ് നമ്മുടെ താറാമുട്ട വറുത്തരച്ചത് അല്ലെങ്കിൽ താറാമുട്ട തീയൽ. ഈ അരപ്പ് നമ്മൾ ഇങ്ങനെ അടച്ച് ഇങ്ങനെ വെച്ചിരുന്ന ഈ അരപ്പിനകത്ത് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും കണ്ടോ. ഇതൊരു ഭംഗിയല്ലേ. അപ്പം നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു നല്ല താറാമുട്ട തീയൽ. താറാമുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ട ഇട്ട് ചെയ്യാം കേട്ടോ. ഞാൻ താറാമുട്ട ഉള്ളതുകൊണ്ടും കിട്ടുന്നേ ഉള്ളൂ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് അപ്പത്തിലൊക്കെ ഈ റോസ്റ്റിനൊക്കെ ഗ്രേവി കുറവല്ലേ, അതുപോലെ തന്നെ പിന്നെ നല്ല ഇതുപോലെ തിക്ക് ഗ്രേവി ആയിരിക്കത്തുമല്ല. മുട്ടക്കറി സാധനം വെച്ചാൽ സാധനം കുറച്ച് തേങ്ങ ഇട്ടാലും മതി. ഇത് നല്ല തിക്ക് ഗ്രേവിയാവും, നല്ല ടേസ്റ്റാവും. ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കമൻസൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരു പാത്രത്തോട് സെർവ് ചെയ്ത് ഞാൻ പിന്നെ കടു പൊട്ടിക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്വല്പം മുളക് പൊടി ഇട്ടിട്ട് കടു പൊട്ടിച്ചു. ഇതാണ് നമ്മുടെ ഫൈനൽ മുട്ട വറുത്തരച്ചത് അല്ലെങ്കിൽ മുട്ടത്തീയൽ കണ്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി മുളക് പൊടി ചേർത്താൽ വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു മസാല ഒരു ചെടു വരും കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കേ.